ഖുർആനിൽ പറയുന്നതൊന്നും അവർക്ക് ബാധകമല്ല. കാരണം അവര് പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കിത് ബാധകമല്ല. അത് മക്കാ മുശ്രിക്കുകൾക്ക് മാത്രമേ ബാധകമുള്ളൂ. കണ്ട, ഇതാണ് ഈ പറയുന്നത്. ഖുർആനിലേക്ക് നോക്കൂല. ഖുർആൻ പഠിക്കുന്നത് തന്നെ അവർ കർശനമായി തടഞ്ഞിരിക്കുക. എന്താ കാരണം? ഇതൊക്കെ ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ സത്യത്തിലേക്ക് തിരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഭൗതികമായ നഷ്ടങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെ അള്ളാഹുവിന്റെ അടുക്കൽ വന്നു പോകാൻ പോകുന്ന ഭയാനകരമായ നഷ്ടങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഈ അറിവില്ലാത്ത ജനവിഭാഗം അകപ്പെട്ടിരിക്കുന്ന, നിങ്ങൾ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദലാലത്തിൽ നിന്നും നിങ്ങൾ ഈ ജനങ്ങളെ തിരിച്ചു വിളിക്കണം. നിങ്ങൾ ഈ പടച്ചുണ്ടാക്കിയ ജഹാലത്തും ദലാലത്തുമായ ഈ ഇസ്തിഗാസ, ആ ഇസ്തിഗാസക്ക് നിങ്ങൾ പരിധി നിശ്ചയിക്കണം. ഒരു പരിധിയുമില്ലാതെ മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്ന് നിങ്ങൾ എഴുതിവിടുകയും പ്രസംഗിക്കുകയും സംവാദങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ വളർന്നു വരുന്ന തലമുറ അവർ മനസ്സിലാക്കുന്നത് മക്കാ മുശ്രിക്കുകൾ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറത്താണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ വാദിക്കുന്നു റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന്. ഞാൻ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഒറ്റവാക്കിൽ മറുപടി പറയാൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകത്ത് ഇന്നേ വരെ സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള ഓരോറ്റ പണ്ഡിതന്മാരും റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ തെളിവ്. അങ്ങനെ ആ തെളിവ്, ആ മറുപടി നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ അല്ല പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട്, താബിഈകൾ ചോദിച്ചിട്ടുണ്ട്, താബിഈകൾ ചോദിച്ചിട്ടുണ്ട്. പണ്ഡിത ലോകം, മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമുകളായ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറയാതെ നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ പാപപ്പെട്ട ജനവിഭാഗങ്ങളെ ബുദ്ധിമുട്ടിലും വിഷമത്തിലും അവരുടെ ഈമാൻ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഞാൻ എന്റെ വിശദീകരണത്തിൽ ആവർത്തിക്കുകയാണ്, പണ്ഡിത സമൂഹമേ, നിങ്ങളെക്കുറിച്ച് ഞാൻ പണ്ഡിതന്മാർ എന്നേ പറയുള്ളൂ. നിങ്ങൾ കുറെ കിതാബുകളൊക്കെ ഓതി പഠിച്ചവരല്ലേ. നിങ്ങൾ ഏത് തരത്തിലുള്ള മോശമായ പ്രയോഗങ്ങൾ നടത്തിയാലും എനിക്കത് പ്രശ്നമല്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് ശത്രുക്കൾ എഴുതിവിട്ട ആരോപണങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ശത്രുക്കളുടെ പ്രതികരണങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കുകയും അങ്ങ് കേൾക്കുകയുമാണ് ചെയ്തത്. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഈ മുസ്ലിം ജനവിഭാഗങ്ങളെ ഈ വലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളും നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറയുന്ന എല്ലാ വാക്കുകളും പരിഹാസ വാക്കുകളൊക്കെ ക്ഷമിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇവിടെ ആവശ്യം നിങ്ങൾക്ക് തിരിയാനല്ല, ഇവിടത്തെ ജനങ്ങൾക്ക് തിരിയാനാണ്. ഇതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന വാദം? റസൂലുള്ളാഹിയോട് ചോദിക്കാം, മരിച്ചുപോയ മഹാന്മാരോട് ചോദിക്കാം, സ്വർഗം ചോദിക്കാം, ആഫിയത്ത് ചോദിക്കാം, ഹിദായത്ത് ചോദിക്കാം, നരകവിമോചനം ചോദിക്കാം, ഒക്കെ ചോദിക്കാമെന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്തേ നിങ്ങൾ പറയാത്തത്? എന്തേ പറയാത്ത? ഞാൻ പറഞ്ഞല്ലോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ ഹദീസ് സ്വന്തമായി വ്യാഖ്യാനിക്കാൻ എനിക്ക് അധികാരമില്ല. മുസ്ലിം ഉമ്മത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നു. എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു? ആ ഹദീസിന്റെ വെളിച്ചത്തിൽ സ്വഹാബത്ത് മുതൽക്ക് ഇങ്ങോട്ട് ഓരോറ്റ വ്യക്തിയും റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല. അതാണ് തെളിവ്, അതാണ് എന്റെ മറുപടി. അതുകൊണ്ട് നിങ്ങൾ ഈ ആയത്തുകളൊക്കെ തന്നെ, ഖുർആനുള്ള ആയത്ത് മുഴുവനും അത് മക്കാ മുശ്രിക്കുകൾക്ക് മാത്രം ബാധകമാണ്. എന്തേ ബാധകമായത്? നിങ്ങളിലേക്ക് ശിർക്ക് കടക്കൂല. എന്തേ കടക്കാത്തത്? കടക്കാത്തതിന്റെ കാരണം നിങ്ങൾ കടുത്ത വല്ല ശിർക്കിൽ തന്നെയാണ്. പിന്നെ ശിർക്ക് നിങ്ങളിലേക്ക് എങ്ങനെയാ കടക്കുക? നിങ്ങൾ ശിർക്കിൽ തന്നെയാണെങ്കിൽ പിന്നെ ശിർക്കിലേക്ക് എങ്ങനെ കടക്കും? തഹ്സീലുൽ ഹാസിൽ മുഹാലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹാസിലായ ഒരു കാര്യം പിന്നെ എങ്ങനെയാ ഹാസിലാകുന്നത്? നിങ്ങൾ മുശ്രിക്കാണെന്ന് ഞാൻ പറയൂല കേട്ടോ, നിങ്ങൾ മുശ്രിക്കാണെന്ന് ഞാൻ പറയൂല. പക്ഷേ നിങ്ങൾ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. ശിർക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അത് നിങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരാൾ ശിർക്ക് ചെയ്താൽ അവനെ മുശ്രിക്ക് എന്ന് വിളിക്കാവോ? അത് വേറൊരു ചർച്ചയാണ്. മുസ്ലിങ്ങളിൽ ശിർക്ക് സംഭവിക്കൂല എന്ന് നിങ്ങൾ ഹദീസ് തെളിവ് ധരിച്ചുകൊണ്ട് പ്രസംഗിക്കാറില്ലേ? അങ്ങനെ മുസ്ലിം സമുദായത്തിലേക്ക് ശിർക്ക് കടക്കുകയില്ലേ? മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടല്ലേ അബൂബക്കർ ഹാജി സന്താനം ഉണ്ടാകാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയത്? ശിർക്ക് കടക്കൂല, മുസ്ലിങ്ങളിൽ ശിർക്ക് വരൂല. അപ്പൊ അബൂബക്കർ ഹാജിക്ക് എവിടെ പോകാം? ഗുരുവായൂർക്ക് പോകാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിക്കുന്നവരല്ലേ?